ഈ ആദ്യത്തെ പ്രാർത്ഥന ബൈബിളിൽ നമ്മൾ കാണുന്നത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയോ മാറ്റിട്ട് പ്രാർത്ഥിക്കുകയോ ഒരു പ്രത്യേക ചേർവോ അതൊന്നും അല്ലായിരുന്നു. ദൈവത്തോടുകൂടെ നടക്കുകയായിരുന്നു. യെസ്. ആദ്യത്തെ പ്രാർത്ഥന മനുഷ്യൻ ചെയ്തത്, ദൈവം അവന് പ്രയർ മാറ്റ് കൊടുത്തേച്ച് അതേ കയറി എല്ലാ ദിവസവും 1 മണിക്കൂർ ഇരിക്കാൻ അങ്ങനൊന്നും ദൈവം പറഞ്ഞില്ല. അതെ, ദൈവത്തോടുകൂടെ നടക്കുക എന്ന ആശയമായിരുന്നു. അതെ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. വാവ്, പ്രൈസ് ഗോഡ്. അമേസിങ്. അപ്പം പ്രാർത്ഥന എന്ന അർത്ഥം ബൈബിളിൽ ഞാൻ കാണുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. നമുക്ക് പലപ്പോഴും പ്രാർത്ഥന ഒരു ഷോപ്പിംഗ് ലിസ്റ്റായിട്ട് അങ്ങ് മാറും. അത് വേണം, ഇത് വേണം, മറ്റേത് വേണ്ട. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരളവുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ അടിസ്ഥാനപരമായി ദൈവത്തോടുകൂടെയുള്ള ഒരു ഫെലോഷിപ്പ്, ദൈവത്തോടുകൂടെയുള്ള ഒരു കമ്മ്യൂണിയൻ, അതാണ് പ്രാർത്ഥനയുടെ ഫണ്ടമെൻറ്റൽസ്. അത് നഷ്ടപ്പെട്ട പല പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് പോലായി മാറുക. അത് വേണം, ഇത് വേണം, മറ്റേത് വേണ്ട, കർത്താവ് ഇത് ചെയ്യണമേ, മറ്റേത് മാറ്റിത്തരണമേ. ദാറ്റ് ഈസ് എ വെരി ഇൻഫീരിയർ ലെവൽ ഓഫ് പ്രെയർ. അത് മാത്രമായിട്ട് മാറുകയാണെങ്കിൽ. പക്ഷേ ഒരു ഫെലോഷിപ്പ്, കർത്താവെ, ഐ ഹാവ് കം ടു താങ്ക് യു, ഐ ഹാവ് കം ടു ലവ് യു, ഐ ഹാവ് കം ടു വർഷിപ്പ് യു, അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തോട് ഹൃദയം പങ്കുവെക്കുന്ന ഒരു ക്യാരക്ടർ ഉള്ള പ്രാർത്ഥനാ ജീവിതങ്ങൾക്ക് അവരുടെ വ്യക്തിബന്ധങ്ങളിലും അതിനൊരു എഫക്റ്റ് ഉണ്ട്.